ഗൈസ് നമ്മളൊന്ന് മാങ്ങ പെറുക്കാനായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്ത് വന്നേക്കാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ ഒരു ഭയാനകമായിട്ടുള്ളൊരു വീട് കണ്ടു. അതിൻ്റെ ജനലിൽ കൂടെയൊക്കെ ഞാൻ എത്തി നോക്കുന്നത് കാണാമല്ലേ, പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ അവിടെ കുറേ ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ കാണുന്ന ജനലിൻ്റെ അവിടെ ചെന്നിട്ട് ഞാൻ നോക്കി, പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല ഗൈസ്. അങ്ങനെ ചമ്മി ഞാൻ തിരിച്ചു പോവാണ്. ഒന്നും കാണാൻ പറ്റില്ല, പക്ഷെ അവിടെ എല്ലായിടത്തും പോയി നോക്കി അവിടെ എല്ലാം മൂടിക്കെട്ടി വെച്ചേക്കാണ് ഗൈസ്. ഇനി ഇത് ഇൻവെസ്റ്റിഗേഷൻ നടക്കാൻ പോകുന്നത് പോലെയാണ് ഞാൻ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവരെ അവിടെ മാങ്ങ വരെ കുറേ കാര്യങ്ങളൊക്കെ പെറുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അവിടെ ജാതിക്ക് നോക്കി കിടക്കാനാണ് ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ ജാതിക്ക് നോക്കുമായിരുന്നു. അപ്പോൾ അവിടെ കുറേ മാങ്ങാണ്ടി കറികളൊക്കെ കിടപ്പുണ്ടായിരുന്നു ഗൈസ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ മാങ്ങാണ്ടീനൊക്കെ. അങ്ങനെ അപ്പൂവിൻ്റെ ജാതിക്കൊക്കെ എടുത്ത് കാണിച്ചു തരുന്നുണ്ട് ഗൈസ്. എന്നെ ഇതേ കിടക്കുന്ന മാങ്ങാണ്ടി. പിന്നെ നമ്മൾ ഒരു ജാതിക്ക് എടുത്ത് നോക്കി, പക്ഷെ എനിക്കത് കണ്ടിട്ട് എന്തോ തോന്നി. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കണ്ടോ. എനിക്കത് കണ്ടിട്ടാണ് ചിരി വന്നിട്ട് പോയായിരുന്നു ഗൈസ്. എന്നിട്ട് ഞാൻ നേരെ നടന്ന് അപ്പവും അതേപോലെ തന്നെ ജനലിൽ കൂടി ചെന്ന് നോക്കി ചമ്മിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ അവിടെ ഒരു കിളിക്കൂട് പോലത്തെ ഒരു സാധനം കണ്ടു ഗൈസ്. എനിക്ക് മനസ്സിലായത് കിളിക്കൂടാണ്. കിളിക്കൂട് പോലത്തെ ഒരു സാധനമാണ്. ഇവിടെ കുറേ സാധനം ഇരിപ്പുണ്ട് കേട്ടോ. രണ്ടുണ്ടെന്ന് തോന്നുന്നേ. ഇവിടെ ആരണ്ടൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ കുറേ പാത്രവും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അപ്പൂനെ വിളിക്കുകയാണ്. ഡെയിലി കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇത്രയും മാങ്ങ പെറുക്കി എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കാം. മായമാമിനെ യൂട്യൂബിലിടാൻ. അപ്പോഴേക്കും മായമാമിനോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു മായമാമിനെ യൂട്യൂബിലിടുമെന്ന് പറഞ്ഞു. അതിനാണ് എന്നെ കിടന്ന് പറഞ്ഞത്. അപ്പോഴേക്കും നമ്മൾ ഒരു മുയലിനെ കണ്ടു. ദാരിദ്ര്യം പിടിച്ച മുയലാണ്. ഒരു കൊമ്പില്ല ഗൈസ് ഈ മുയലിന്. അങ്ങനെ നമ്മൾ അതിന് ഭയങ്കര വെയിറ്റ് ആയിരുന്നു ഗൈസ്. ഞാൻ ഒരു വിധത്തിലാണ് എടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് അപ്പു കുഞ്ഞു തക്കാളി എടുത്ത് പൊട്ടിച്ചോണ്ട് കളയാണ് ഗൈസ്. അവിടെ കിടന്നത് അപ്പു അവിടെ കിടന്ന് തക്കാളിയൊക്കെ പൊട്ടിച്ചവിടെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് അപ്പുവിൻ്റെ വേറൊരു കാര്യം നിങ്ങൾ കാണുന്നത്. വാഴയിൽ കീറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ വെയിലടിക്കുമ്പോൾ ആ ഒരു സാധനം കാണിക്കാൻ അടിപൊളി സാധനം അയ്യേ നമ്മൾ ഉദ്ദേശിച്ചത് വെയിലിൻ്റെ ഇവിടെ കൊണ്ടിരിക്കുന്ന ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും വെയിലിന് വരുന്നില്ല. അങ്ങനെ അയാൾ എന്നെ കളിയാക്കി ഗൈസ് അയ്യെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ആ സ്പേസ് കണ്ടപ്പോഴേക്കും ഗൈസ് ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ബാക്കി ഞാൻ എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ആരും ഉണ്ടായിരുന്നു. ഞാൻ അയാളെ നോക്കി ചിരിച്ചത് നിങ്ങൾക്ക് അതിൽ കൂടി കാണാൻ പറ്റും. ഇനി ഞാൻ ഇടയ്ക്ക് പോയി ജാതിക്ക പറിക്കുകയാണ്. ജാതിക്ക എനിക്ക് എത്തുന്ന രീതിയിൽ ഞാൻ ഒരെണ്ണം പറിച്ചുകൊണ്ട് വന്നു. ഇത്രയും നല്ല നഖമൊക്കെ ഉണ്ടായിട്ട് എനിക്കത് പറിക്കാൻ പറ്റിയില്ല ഗൈസ്. എനിക്ക് കണ്ടപ്പോൾ എന്തോ പോലെ ഒന്ന് ഞാൻ അവിടെ ചിരിക്കുകയായിരുന്നു. അങ്ങനെ അപ്പു അവിടെ കിടന്ന് ചിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ അമ്മൂമ്മേനെ കാണിച്ചു അമ്മൂമ്മ എന്നെ കുറ്റം പറയായിരുന്നു. അതിനിടയ്ക്കാണ് അമ്മേനെ ഹായ് പറയാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.